സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ ടൈപ്പ് ആയിട്ടുള്ള ഷെയർ, പ്രിഫറൻസ് ഷെയർസ് അല്ലെങ്കിൽ പ്രിഫേർഡ് സ്റ്റോക്ക് എന്ന് പറയും. അപ്പൊ എന്തുകൊണ്ടാണ് ആ പേര് വരാൻ കാരണം? ഇവയ്ക്ക് പ്രത്യേക പരിഗണന കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. പ്രിഫറൻസ് ഷെയർസ് ആർ ദോസ് വിച്ച് ക്യാരി എ പ്രിഫറൻഷ്യൽ റൈറ്റ് ഓവർ ഇക്വിറ്റി ഷെയർസ് ആസ് റിഗാർഡ്സ് പേയ്മെന്റ് ഓഫ് ഡിവിഡൻസ് ആൻഡ് റീപേയ്മെന്റ് ഓഫ് ക്യാപിറ്റൽ ഇൻ ദ ഈവന്റ് ഓഫ് വൈൻഡിങ് അപ്പ്. ഒരു കമ്പനി അടച്ചുപൂട്ടുന്ന സമയത്ത് പ്രിഫറൻസ് ഷെയർ എടുത്തിരിക്കുന്ന വ്യക്തികൾക്കാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെക്കാട്ടിലും കൂടുതൽ പരിഗണന കൊടുക്കുന്നത്. ഏതിൻ്റെ കാര്യങ്ങളിൽ? ഒന്ന്, കൃത്യമായിട്ട് ഡിവിഡൻഡ് കൊടുക്കുന്നതിലും അവരുടെ ക്യാപിറ്റൽ റീപേയ്മെന്റ് ചെയ്യുന്ന കാര്യത്തിലും. ഈ രണ്ട് കാര്യത്തിലും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനേക്കാൾ പരിഗണന കൊടുക്കുന്നത് പ്രിഫറൻസ് ഷെയർസിനാണ്. ഓക്കെ. Fixed rate of dividend is paid on preference shares before any dividend is paid on equity shares. ഇപ്പോഴും കിട്ടുന്ന ലാഭത്തിൽ ആദ്യം മുൻഗണന കൊടുക്കുന്നത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്റെ ഡിവിഡൻഡ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ കമ്പനി വൈൻഡപ്പ് ചെയ്യുമ്പോഴും അവർക്കാണ് ആദ്യം അവരുടെ ക്യാപിറ്റൽ റീപേ ചെയ്യുന്നത്, ഇക്വിറ്റി ക്യാപിറ്റൽ ഹോൾഡേഴ്സിനെ കാട്ടണം. ഓക്കെ. അപ്പൊ ഇതാണ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രിഫറൻസ് ഷെയറിന്റെ ഫീച്ചേഴ്സ് എന്താണ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പറയും, അവർക്ക് ഫിക്സഡ് ആയിട്ട് ഡിവിഡൻഡ് ഫിക്സഡ് റേറ്റിൽ കിട്ടുന്നു എന്നുള്ളത്. ഡിവിഡൻഡ് എപ്പോഴും കൊടുക്കുന്നത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് മുന്നേ തന്നെ ഇവർക്ക് കൊടുക്കുന്നുണ്ട്. വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് ഇവരുടെ ക്യാപിറ്റലാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് മുന്നേ തന്നെ കൊടുക്കപ്പെടുന്നത്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഒരിക്കലും വോട്ടിംഗ് റൈറ്റ് ഇല്ല, എക്സെപ്റ്റ് ഇൻ സം സ്പെഷ്യൽ സർക്കംസ്റ്റൻസസ്. ചില പ്രത്യേക സാഹചര്യത്തിൽ ഒഴികെ അവർക്ക് എന്തില്ല, ഒരു വോട്ടിംഗ് റൈറ്റ് ഇല്ല. ദീസ് ആർ റിഡീമബിൾ വിതിൻ എ പീരീഡ് നോട്ട് എക്സീഡിങ് 20 years ഫ്രം ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ. എന്നാണോ ഇത്തരത്തിലുള്ള ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് അതുമുതൽ 20 വർഷക്കാലം ആണ് ഇതിന് കൈവശം വെക്കാനുള്ള സമയം എന്ന് പറയുന്നത്. ഒരിക്കലും 20 വർഷത്തിനപ്പുറത്തേക്ക് ഇത് കൈവശം വെക്കാൻ സാധ്യമല്ല. നോൺ പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് ഓൺ പ്രിഫറൻസ് ഷെയർസ് ഡസ് നോട്ട് ക്രിയേറ്റ് എ ചാർജ് ഓൺ അസറ്റ് ഓഫ് ദ കമ്പനി. ഏതെങ്കിലും സാഹചര്യവശാൽ പ്രിഫറൻസ് ഷെയറിന് ഡിവിഡൻഡ് കൊടുക്കുന്നില്ലെങ്കിൽ ഒരിക്കലും കമ്പനിയുടെ അസറ്റിന്റെ മുകളിൽ ഒരു ചാർജ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതല്ല. ഇതൊരു ഹൈബ്രിഡ് സെക്യൂരിറ്റി ആണ്. കാരണം ചില ഫീച്ചേഴ്സ് ഇവയ്ക്ക് ഇക്വിറ്റി ഷെയർസിൻ്റെയും ചിലത് ഡിബഞ്ചേഴ്സിൻ്റെയും ഒരു ഫീച്ചേഴ്സ് ഉണ്ട്. അത് രണ്ടും കൂടി ചേർന്നത് കൊണ്ടാണ് ഹൈബ്രിഡ് എന്ന് പറയാൻ കാരണം. ഡിബഞ്ചേഴ്സിൻ്റെയും ഇക്വിറ്റി ഷെയർസിൻ്റെയും ചില ഫീച്ചേഴ്സ് ഇവയിൽ ഉള്ളത് കൊണ്ടാണ് ഇതിനെ ഹൈബ്രിഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഇതിലിപ്പോൾ ഒന്നും ഒഴിവാക്കാനൊന്നുമില്ല. ഇനി നെക്സ്റ്റ് പറയുന്ന ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് ആണ്. പ്രിഫറൻസ് ഷെയർസ് പ്രധാന